നമസ്കാരം സുഹൃത്തുക്കളെ. ലോകം ഇന്ന് പലവിധത്തിലുള്ള മാനസികവും സാമൂഹികവുമായ വലിയ പ്രതിസന്ധികളിലൂടെയും സംഘർഷങ്ങളിലൂടെയുമാണല്ലോ കടന്നുപോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ആഗോള മാറ്റത്തിനായുള്ള ഒരു ബ്ലൂപ്രിന്റ് നാം പരിശോധിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം 1980 ഡിസംബറിലെ അഖണ്ഡ ജ്യോതി മാഗസിനിൽ നിന്നുള്ള ചില സുപ്രധാന വിവരങ്ങളാണ്. വെറുമൊരു പുസ്തകവായനയല്ല ഇത്. അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന, മനുഷ്യന്റെ ആന്തരിക തലങ്ങളെയും അതുവഴി സമൂഹത്തെയും എങ്ങനെ മാറ്റിമറിക്കാം എന്ന് വിശദീകരിക്കുന്ന വിചാർ ക്രാന്തി എന്ന ആഗോള പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണിത്. നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്താണെന്നോ? അതാണ് യുഗ് നിർമ്മാൺ യോജന, അഥവാ ഒരു പുതിയ യുഗത്തിന്റെ നിർമ്മാണം. കേൾക്കുമ്പോൾ വലിയൊരു വാക്കായി തോന്നാമല്ലേ? പക്ഷേ ഇന്ത്യയുടെ പൗരാണിക പൈതൃകത്തിലൂന്നിയുള്ള ധാർമ്മികവും ആത്മീയവുമായ ഒരു പുനരുജ്ജീവനമാണ് ഇവർ ഇതിലൂടെ ശരിക്കും വിഭാവനം ചെയ്യുന്നത്. ഇത് വെറുമൊരു പുറമോടിയുള്ള മാറ്റമല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളെയും മൂല്യങ്ങളെയും നവീകരിച്ചുകൊണ്ട് മുഴുവൻ ലോകത്തെയും മാറ്റിമറിക്കുക എന്ന വളരെ ആഴത്തിലുള്ളതും എന്നാൽ തികച്ചും പ്രായോഗികവുമായ ഒരാശയമാണത്. ചുരുക്കി പറഞ്ഞാൽ, സമൂഹം മാറണമെങ്കിൽ ആദ്യം വ്യക്തി മാറണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വഴി ഇങ്ങനെയാണ്: 1. ഈ മാറ്റത്തിന്റെ കേന്ദ്രം. 2. ഡിജിറ്റൽ ആർക്കൈവിലേക്കൊരു നോട്ടം. 3. ആന്തരിക ലോകത്തെ കീഴടക്കൽ. 4. ശാസ്ത്രവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം. 5. സാമൂഹിക തലത്തിലുള്ള മാറ്റങ്ങൾ. പിന്നെ അവസാനമായി 6. ഇവരുടെ അന്തിമമായ ലക്ഷ്യം. ഇതിലെ ആദ്യത്തെ ഭാഗം, സെന്റർ ഫോർ റീകൺസ്ട്രക്ഷൻ. രേഖകളിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ശാന്തികുഞ്ച് വർഷങ്ങളായി ഒരു ആഗോള പ്രസ്ഥാനത്തിന്റെ അതുല്യമായ കേന്ദ്രവും ഉറവിടവുമായി മാറിയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, ഒരു വലിയ ആഗോളമാറ്റത്തിന്റെ പ്രഭവകേന്ദ്രമായിട്ടാണ് അവർ ഈ സ്ഥലത്തെ കാണുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കൊഴുകുന്ന വലിയ വിജ്ഞാനശേഖരത്തിന്റെയും പ്രായോഗിക പരിശീലനങ്ങളുടെയും എല്ലാം നാഡീകേന്ദ്രം ഇതാണ്. വ്യക്തികളെ വാർത്തെടുക്കുന്ന വലിയൊരു പരീക്ഷണശാലയായാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം: ഇൻസൈഡ് ദി ഡിജിറ്റൽ ആർക്കൈവ്. ഈ രേഖ നമ്മെ നേരെ കൊണ്ടുപോകുന്നത് 1980 ഡിസംബറിലെ അഖണ്ഡ ജ്യോതി മാഗസിന്റെ താളുകളിലേക്കാണ്. 80കളെന്ന് പറയുന്നത് സാങ്കേതികവിദ്യയിലും രാഷ്ട്രീയത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ലോകം വലിയൊരു പരിവർത്തനത്തിലൂടെ കടന്നുപോകുന്ന ആ സമയത്ത് മനുഷ്യന്റെ മാനസികവും ആത്മീയവുമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ട കൃത്യമായ ദർശനങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ പ്രസിദ്ധീകരണങ്ങളിലൂടെ അവർ നൽകാൻ ശ്രമിച്ചത്. ഇതൊരു സുപ്രധാന ചരിത്രരേഖയാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളീ വർഗീകരണങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. തങ്ങളുടെ സാഹിത്യങ്ങളെയും ആശയങ്ങളെയും അവർ വളരെ സൂക്ഷ്മമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആത്മീയത, വികാരങ്ങൾ, സാമൂഹിക പുരോഗതി, ഇന്ത്യൻ സാംസ്കാരിക തത്വശാസ്ത്രം, സ്ട്രെസ് മാനേജ്മെന്റ്, ഒപ്പം ചിന്താ വിപ്ലവവും. ഇതിനു പിന്നിൽ വളരെ കൃത്യമായൊരു യുക്തിയുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റിലൂടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതും ഇന്ത്യൻ തത്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കുന്നതുമെല്ലാം ഈ പ്രസ്ഥാനം മുന്നോട്ടുവയ്ക്കുന്ന ചിന്താവിപ്ലവത്തിനുള്ള വിവിധ ടൂളുകളാണ്. വെറും വായനയിലൊതുങ്ങുന്ന ആത്മീയതയ്ക്കപ്പുറം മനുഷ്യ മനഃശാസ്ത്രത്തെ എങ്ങനെ പ്രായോഗികമായി കൈകാര്യം ചെയ്യാമെന്നാണ് ഈ ലേബലുകൾ നമ്മോട് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം, മാസ്റ്ററിംഗ് ദി ഇന്നർ വേൾഡ്. ആന്തരിക ലോകത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. വലിയ വലിയ സാമൂഹിക മാറ്റങ്ങൾ ലക്ഷ്യമാക്കുമ്പോഴും ഇവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് തികച്ചും സൂക്ഷ്മമായ മൈക്രോ ലെവലിൽ നിന്നാണ് കേട്ടോ. ധ്യാനം, ഇച്ഛാശക്തി, സ്ട്രെസ് മാനേജ്മെന്റ്, വ്യക്തിത്വ വികസനം എന്നിവയിലൂടെ മനുഷ്യ മനസ്സിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. നിരന്തരമായ ധ്യാനത്തിലൂടെ ഒരാൾക്ക് തന്റെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനും അതുവഴി സ്ട്രെസ് ഇല്ലാതാക്കാനും സാധിക്കും എന്നുള്ള വളരെ മെക്കാനിക്കലായ ഒരു അപ്രോച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ ലോകം കീഴടക്കാതെ പുറം ലോകത്ത് എന്തു മാറ്റം കൊണ്ടുവരാനാണ്, അല്ലേ? ആന്തരികമായ ഈ കഴിവുകളെല്ലാം വികസിപ്പിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതാണ് മനുഷ്യന്റെ അന്തസ്സ് അഥവാ ഹ്യൂമൻ ഡിഗ്നിറ്റി. വികാരങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാനും സ്വയം പര്യാപ്തത നേടാനും ജീവിതം ചിട്ടപ്പെടുത്താനും കഴിഞ്ഞാൽ മാത്രമേ ശാശ്വതമായ സമാധാനവും സന്തോഷവും കെട്ടിപ്പടുക്കാൻ സാധിക്കൂ എന്നാണ് ഇതിൽ പറയുന്നത്. ഇന്ന് കിട്ടി നാളെ പോകുന്ന വെറുമൊരു ഭൗതികമായ സന്തോഷമല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. മറിച്ച് വ്യക്തിയുടെ ആത്മാഭിമാനത്തിലും സ്വയം നിയന്ത്രണത്തിലും അധിഷ്ഠിതമായ സുസ്ഥിരമായൊരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ആശയങ്ങൾ ശ്രമിക്കുന്നത്. അടുത്തതായി നാലാമത്തെ ഭാഗം, ബ്രിഡ്ജിംഗ് സയൻസ് ആൻഡ് സ്പിരിറ്റ്. ശാസ്ത്രവും ആത്മീയതയും തമ്മിലുള്ള പാലം. ഈ ആർക്കൈവിലെ ഏറ്റവും സുപ്രധാനവും വ്യത്യസ്തമായൊരു ദർശനം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഈ സയന്റിഫിക് സ്പിരിച്വാലിറ്റി. സാധാരണയായി നമ്മൾ വിരുദ്ധ ധ്രുവങ്ങളിലായി കാണുന്ന ശാസ്ത്രത്തെയും ആത്മീയതയെയും ഇവർ ഒരുമിപ്പിക്കുന്നു. ഭൗതികശാസ്ത്രത്തിലെയും ആധുനിക മനഃശാസ്ത്രത്തിലെയും തത്വങ്ങളെ പൗരാണിക ഉപനിഷത്തുകളിലെ ആശയങ്ങളുമായി ചേർത്തുവായിച്ച് ശാസ്ത്രീയമായ ആത്മീയത എന്ന പുതിയൊരു തലത്തിലേക്ക് അവർ കാര്യങ്ങളെ എത്തിക്കുകയാണ്. ആത്മീയത എന്നത് ഏതോ അന്ധമായ വിശ്വാസമല്ലെന്നും മറിച്ച് കൃത്യമായ തെരുവുകളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായോഗിക ശാസ്ത്രമാണെന്നുമാണ് ഈ ദർശനം സമർത്ഥിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ഭാഗം, ഔട്ട്വേർഡ്
സോഷ്യൽ ആക്ഷൻ. ഇത് സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം. ആന്തരികമായ സമാധാനവും ശാസ്ത്രീയമായ ആത്മീയതയും നേടിയ ഒരു വ്യക്തി പിന്നീട് എന്തു ചെയ്യുന്നു? അതിനുള്ള ഉത്തരമാണിത്. ശുചിത്വയജ്ഞം, വ്യസനമുക്തി അഥവാ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ, സ്ത്രീ ശാക്തീകരണം, അതുപോലെ ജനാധിപത്യത്തിൽ AI ഉപയോഗപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വളരെ മോഡേണായ വിഷയങ്ങൾ വരെ ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ ചിന്താവിപ്ലവം ഒടുവിൽ പുറം ലോകത്ത് എത്തുമ്പോൾ വളരെ ശക്തമായ സാമൂഹിക ക്യാമ്പയിനുകളായി മാറുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. ശരിക്കും ചിന്തകൾ എപ്രകാരം കർമ്മങ്ങളായി മാറുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. നമ്മുടെ യാത്രയുടെ അവസാന ഭാഗം, 6ാമത്തെ ഭാഗം, ദി അൾട്ടിമേറ്റ് വിഷൻ, ഇവരുടെ പരമമായ ലക്ഷ്യം. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ചരടുണ്ട്. അതാണ് ചിന്താവിപ്ലവം. ദശലക്ഷക്കണക്കിന് വ്യക്തികൾ തങ്ങളുടെ ആന്തരിക തലങ്ങളെ നവീകരിക്കുകയും സ്വന്തം ചിന്തകളെ ശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ ലോകത്ത് വലിയൊരു മാറ്റം സംഭവിക്കുന്നു. താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ലോകത്തെ മാറ്റിമറിക്കുന്ന വളരെ മികച്ച പ്രായോഗിക രീതിയാണിത്. സ്ട്രെസ് മാനേജ്മെന്റ് മുതൽ വലിയ സാമൂഹിക യജ്ഞങ്ങൾ വരെയുള്ള ഈ ലൈബ്രറിയിലെ ആശയങ്ങളെല്ലാം തന്നെ ഒരു പുതിയ യുഗം സൃഷ്ടിക്കാനുള്ള ഒരു കാറ്റലിസ്റ്റായി അഥവാ ഉത്തേജകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ആർക്കൈവുകൾ വിഭാവനം ചെയ്യുന്ന ആത്യന്തികമായ ലോകക്രമത്തെ അവർ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിൽ സ്വർഗം, ഒപ്പം ഒരു പുതിയ യുഗത്തിന്റെ പിറവി. കേൾക്കുമ്പോൾ രസമുണ്ടല്ലേ? ഇവിടെ സ്വർഗമെന്ന് പറയുന്നത് മരണാനന്തരം കിട്ടുന്ന ഏതോ ഒരു സങ്കല്പ ലോകമല്ല, മറിച്ച് നമ്മളീ പറഞ്ഞ ശാസ്ത്രീയമായ ആത്മീയതയിലൂടെയും വ്യക്തികളുടെ ആത്മാഭിമാനത്തിലൂടെയും കൂട്ടായ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും ഈ ഭൂമിയിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഉത്തമമായൊരു അവസ്ഥയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വലിയ സ്വപ്നത്തിലേക്കും ലക്ഷ്യത്തിലേക്കുമാണ് യുഗനിർമ്മാൺ യോജനയുടെ ഓരോ പദ്ധതികളും വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ലോകത്തെ മാറ്റാനുള്ള യഥാർത്ഥ താക്കോൽ നാം നമ്മെ തന്നെ മാറ്റുന്നതിനാണോ ഇരിക്കുന്നത്? വ്യക്തിപരമായ മാറ്റവും ആഗോളതലത്തിലുള്ള മാറ്റവും തമ്മിലുള്ള ഈ ബാലൻസിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഈ ആർക്കൈവ് നൽകുന്ന ഉത്തരം തീർച്ചയായും നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്.